ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജനാസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാവും. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരും. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചു. ദൈവം താൻ തന്നെ തൻ്റെ നാമത്തിൻ്റെ മഹത്വം എത്ര ഉന്നതമാണ് എന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അത് സംബന്ധിച്ചവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, പുതിയൊരു പാഠം പഠിപ്പിക്കാം ഇതിവർക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചുമല്ല. മറിച്ച് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മഹത്വം മനസ്സിൽ ശരിയായ രീതിയിൽ ഗ്രഹിക്കാതെ, ഇനി അത് ഗ്രഹിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എങ്കിലും അതിനു വേണ്ടുന്ന മഹത്വം കൊടുക്കാതെ ഉദാസീനതയോടെ, അലസതയോടെ, ദൈവഭയമില്ലാതെ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്ന കണ്ട് മടുത്ത ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാകുന്നു. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാകുന്നു എന്ന് പറഞ്ഞാൽ ഭൂഗോളത്തിൻ്റെ സകല മേഖലയിലുമുള്ള സകല മനുഷ്യരും എൻ്റെ നാമത്തെ ഭയപ്പെടുന്നു, എന്നെ അറിയുന്നു. അവരുടെ ഇടയിൽ എൻ്റെ നാമം ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ, അഥവാ എന്നെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടുന്ന നിങ്ങളുടെ ഇടയിൽ എൻ്റെ നാമത്തിന് തക്ക മഹത്വം നൽകുന്നില്ല എന്നാണ് ദൈവം ഇസ്രായേലിനോട് പറയുന്നത്. 113-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന്. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം മുതൽ അത് അസ്തമിക്കുന്ന സമയം വരെയും ജനം യഹോവയെ സ്തുതിക്കണം, ആരാധിക്കണം, മഹത്വപ്പെടുത്തണം എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തുന്നത്. യഹോവയുടെ നാമം, അവൻ്റെ മഹത്വം എത്ര ഉന്നതമാണ്. 4-ാം വാക്യത്തിൽ യഹോവ സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ?
നോക്കണേ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, യഹോവയ്ക്ക് സദൃശ്യനായ ആരുള്ളൂ, അഥവാ നമ്മുടെ ദൈവത്തിന് തുല്യനായി ആരുള്ളൂ. ഉയരത്തിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് തുല്യനായി ആരുമില്ല. സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കും. ഇത്ര ശ്രേഷ്ഠനായ ഉയർന്നിരിക്കുന്നവനായ ദൈവത്തെ ജനം എത്ര ഭയത്തോടുകൂടി ആരാധിക്കേണ്ടതാണ്, അക്കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നാൽ ജാതികൾ ഇന്ന് ദൈവത്തെ ഭയപ്പെടുകയാണ്. ഉദയം മുതൽ അസ്തമനം വരെ ജാതികൾ യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നു. അവരുടെ ഇടയിൽ യഹോവയുടെ നാമം വലുതായിരിക്കുന്നു, ശ്രേഷ്ഠമായിരിക്കുന്നു. അവർക്ക് ഈ യഹോവയെക്കുറിച്ച് പരിപൂർണമായിട്ട് അറിവില്ലെങ്കിലും, അവർക്ക് ഈ യഹോവയെക്കുറിച്ച് പൂർണ്ണമായ ശരിയായിട്ടുള്ള അറിവ് ലഭിക്കാത്തവരാണ് എന്നിരിക്കലും, ഇസ്രായേലിനെ നടത്തിക്കൊണ്ടുവന്നതും ഇസ്രായേലിനെ സംരക്ഷിച്ചതും ദൈവം ഇസ്രായേലിനെ സൂക്ഷിച്ചതും ഇസ്രായേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തതും ഇസ്രായേലിനെ ദൈവം പോഷിപ്പിച്ചതും കനാൻ ദേശത്തെത്തി അവിടെയും ദൈവം അവരെ സമൃദ്ധിയിലൂടെ നടത്തുകയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും എല്ലാം നൽകിയതും മാത്രമല്ല, അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം ശലോമോൻ മുഖാന്തരം എത്രത്തോളം ഉയർന്നു, ദാവീദ് മുഖാന്തരം ശലോമോൻ മുഖാന്തരം എത്രത്തോളം അവർ മുഖാന്തരം ഉയർത്തി നിർത്തിയോ, ദൈവമഹത്വത്തെ എത്രത്തോളം സകല ജനവും കാണുക മഹത്വപ്പെടുത്തിയോ, അതിൻ്റെ മഹത്വം ശേബാരാജ്ഞി പോലും മനസ്സിലാക്കി. അത്രത്തോളം ഉന്നതനായ ജാതികളുടെ ഇടയിൽ അവൻ്റെ നാമം ശ്രേഷ്ഠമായിരിക്കുമ്പോൾ, ഇവിടെ ഇതാ ഇസ്രായേൽ ആ മഹത്വത്തിന് വേണ്ടുന്ന ആദരവോ ബഹുമാനമോ കൊടുക്കാതെ വെറുതെ തീ കത്തിക്കുന്ന ആ അനുഭവത്തെ ദൈവം ദുഃഖത്തോടെ നോക്കിക്കണ്ടിട്ട് ഇസ്രായേലിനോട് പറയുകയാണ്, അല്ലയോ ഇസ്രായേലേ, എന്നെ ഭയപ്പെടാത്തവരെ, എനിക്ക് എൻ്റെ മഹത്വത്തിന് തക്ക മഹത്വം ആദരവ് ബഹുമാനം നൽകാത്ത ജാതി, അങ്ങനെയുള്ള ആളുകൾ അവര് പോലും എന്നെ ബഹുമാനിക്കുമ്പോൾ, എന്നെ ബഹുമാനിക്കേണ്ടെന്ന നിങ്ങൾക്ക് എന്നോടുള്ള ബഹുമാനം എവിടെ? നോക്കണം, അവിടെ പറയുകയാണ്, ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാകുന്നു. അവര് പോലും എന്നെ മഹത്വപ്പെടുത്തുന്നു, അവരെന്നെ സ്തുതിക്കുന്നു, ജാതികൾ എന്നെ ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേലിന് അതില്ലാതെ പോയിരിക്കും. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കഴിയാതെ പോയിരിക്കുന്നു. ഒരാചാരം പോലെ അവരെല്ലാം ചെയ്തു വരികയാണ്. നാം മുന്നമേ വായിച്ചതുപോലെ, അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? എല്ലാം നഷ്ടപ്പെട്ടു. ഇന്നൊരു കൂട്ടം അവിടെ ഉണ്ട്, അവർ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആ മഹത്വം നൽകാതെ, അവൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അവനെ ആരാധിക്കാതെ വെറുതെ എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഉള്ളിലെ ദുഃഖം, വേദന അത് ദൈവം പ്രകടമാക്കിയ ഇസ്രായേലിൻ്റെ മുമ്പിൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ് നമ്മൾ. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ
പദവിയിലൂടെയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതും ആക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെ ദൈവം രക്ഷിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവരുമ്പോൾ അറുക്കപ്പെട്ടത് അവിടെ ആടുകളായിരുന്നുവെങ്കിൽ ഇവിടെ ഇതാ കാൽവരിയിലെ കൊലമരത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, അഥവാ എൻ്റെയും താങ്കളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ടത് ആടുകളായിരുന്നില്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവാണ്. ആ രക്ഷിതാവ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്ന് സ്വർഗത്തിൽ വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം ശരിയായ നിലകളിൽ ഗ്രഹിച്ച് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധ്യനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്ര ആനന്ദം, എത്ര സന്തോഷം. നാം അങ്ങനെ വെറുതെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭയം കൂടാതെ, ഭക്തി കൂടാതെ ദൈവസഭയിൽ വന്ന് വെറുതെ ഒരു ചടങ്ങിനിത് ചെയ്യുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, ജാതികളുടെ ഇടയിൽ അവരെന്നെ ഭയപ്പെടുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അവരെന്നെ ആദരിക്കുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു എന്നാണ് അവിടെ ചേർത്ത് പറയുന്നത്. നാം ദൈവത്തെ അപമാനിക്കുന്നവരായിട്ടല്ല, മറിച്ച് ദൈവത്തെ മാനിക്കുന്ന ഭക്തജനമായി, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഭയത്തോടുകൂടി ആരാധിക്കുന്ന ഭക്തന്മാരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെ ആരാധിക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.